ബലൂചിസ്ഥാനിൽ പല മിലിറ്ററി കന്റോൺമെന്റിലുള്ള പാകിസ്ഥാൻ പട്ടാളം, അതായത് ഏകദേശം പല ബറ്റാലിയൻ റെജിമെന്റുകൾ, അവരൊക്കെ കീഴടങ്ങി. അവർ ഒറ്റ അപേക്ഷയേ ഉള്ളൂ, ബലൂചിസ്ഥാൻകാർ അവരെ കൊല്ലരുത്, അവർ ബലൂചിസ്ഥാന് വേണ്ടി നിലനിൽക്കാൻ ബലൂചിസ്ഥാൻ ആർമിയായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറാണ്. കാര്യങ്ങൾ ഇവിടുന്ന് എങ്ങോട്ട് പോയി. അതായത് ബലൂചിസ്ഥാൻ ഏതാണ്ട് പൂർണ്ണമായിട്ടും വരാൻ പോകുന്ന ചില ദിവസങ്ങൾക്കുള്ളിൽ അവരെ സ്വാതന്ത്ര്യം കിട്ടി എന്ന് ഡിക്ലെയർ ചെയ്യാൻ പോവുകയാണ്. അതാണ് ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പാകിസ്ഥാന്റെ എത്രയോ ബറ്റാലിയനും റെജിമെന്റും ഒക്കെ പറയുന്നു അവർക്ക് താല്പര്യമില്ല പാകിസ്ഥാനിന് കൂടെ നിൽക്കാൻ. കാരണം ഈ ബലൂചിനോട് അടിച്ചു നിൽക്കാൻ പാട്. ഇവർക്ക് ഏറ്റവും കൂടുതൽ ഷോക്കിംഗ് ആയത് ഏകദേശം 214 പാകിസ്ഥാൻ പട്ടാളക്കാരെ ബലൂചികൾ എക്സിക്യൂട്ട് ചെയ്തതാണ്. കാരണം സാധാരണ റംസാനുമായിട്ട് വീട്ടിൽ പോയ പട്ടാളക്കാര്, അതായത് ഇവർ പോയത് സിവിലിയൻ പ്ലെയിൻ ക്ലോത്തിലാണ് പോയത്. അപ്പൊ അവരെ ഇതേപോലെ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനെ പ്രതികരിക്കാൻ അവരുടെ അടുത്തെത്താൻ പോലും പാകിസ്ഥാൻ പട്ടാളത്തിന് കഴിയുന്നില്ല.